പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 35:1 വാക്യം. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലഘട്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞ ഈ വാക്കുകളെ നമ്മുടെ ജീവിതമായി താരതമ്യം ചെയ്ത് അല്പം ഒന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? ദൈവം എൻ്റെ രക്ഷയാണെന്ന് എൻ്റെ പ്രാണൻ അറിയാതെ ഇരിക്കുന്നിടത്തോളം കാലം നാമും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ദൈവത്തിന് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ദൈവത്തിന് ഒരു പണി കൊടുക്കുകയാണ്. എന്തെന്നറിയാമോ? ദൈവമേ, അങ്ങ് തന്നെ എൻ്റെ പ്രാണനെ പറഞ്ഞു പഠിപ്പിക്കണമേ, അങ്ങ് എൻ്റെ രക്ഷയാണെന്ന്. ഇപ്രകാരം പറഞ്ഞ് ആവലാതിപ്പെടുന്ന നമ്മുടെ ആത്മാവിനോട് അല്ലെങ്കിൽ നമ്മുടെ പ്രാണനോട് നമുക്ക് തന്നെ പറയാം, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനെൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമെന്ന് ഞാൻ ഇനിയും എപ്പോഴും പറയുമെന്ന് നാം നമ്മുടെ മനസ്സിനെ പ്രാണനെ പറഞ്ഞു പഠിപ്പിച്ച് ദൈവത്തിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെയും പേടിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെല്ലാം നാം ഓരോരുത്തരും എടുക്കേണ്ട നമ്മുടേതായ തീരുമാനങ്ങളാണ്. ദൈവം നമുക്ക് ചോയ്സ് മാത്രമേ തരത്തുള്ളൂ. 2 വഴി കാണിച്ചു തരും. അത് തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ദൈവം നമുക്ക് പറഞ്ഞു തരും. ഏതെടുക്കണം എന്നുള്ള തീരുമാനം നമ്മുടേത് മാത്രമായിരിക്കും. വാദിക്കണമേ എന്ന് പറഞ്ഞ് നാം ദൈവത്തെ വക്കീലാക്കി മാറ്റി നാം ഒന്നും മിണ്ടാതെ ചുമ്മാ ഇരിക്കുന്നതിന് പകരം ഹാനോക്കിനെ പോലെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ, രൂത്തിനെ പോലെ നല്ല തീരുമാനങ്ങൾ എടുത്താൽ, എസ്തേറിനെ പോലെ ദൈവത്തിനോടുള്ള ഉറപ്പും ധൈര്യവും കാണിച്ചാൽ, ദാവീദിനെ പോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാൽ, ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി ദൈവസാന്നിധ്യമുള്ളവരായി നാം ഇരിക്കാമെങ്കിൽ